ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങളുടെ അഭിപ്രായം യൂട്യൂബിൽ രേഖപ്പെടുത്തണം. വീഡിയോ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കാനും ശ്രദ്ധിക്കുക. നമസ്കാരം. അതിർത്തിയിൽ ചൈന നടത്തിയ സൈനിക നീക്കത്തെ തുടർന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാരും നടത്തിയ ആഘോഷം നമ്മളൊക്കെ കണ്ടതാണ്. ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന കൈയടക്കി എന്നും ഇന്ത്യയുടെ മണ്ണിലേക്ക് ചൈനീസ് പട്ടാളം വന്നുവെന്നും ഇന്ത്യയുടെ ഗവൺമെന്റും സൈനികരും അനങ്ങാപ്പാറ നയം ഉറങ്ങിക്കഴിയുകയാണെന്ന് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് മറ്റുമുള്ള ഒരു തരത്തില് തരം താണ വിമർശനങ്ങളാണ് ആ സമയത്ത് പ്രതിപക്ഷത്തെ പലരും ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നത് ഇതിനകം വ്യക്തമായി കഴിഞ്ഞ സ്ഥിതിക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയുടെ ഭൂപ്രദേശത്തേക്ക് കാലെടുത്ത് വെക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഇന്ത്യയുമായിട്ട് ധാരണയിലെത്തുകയും സ്വയമേവ ചൈനീസ് പട്ടാളം പിന്മാറുകയും ചെയ്തു. ലൈൻ ഓഫ് കൺട്രോൾ, ആക്ച്വൽ ലൈൻ ഓഫ് LICയിൽ നിന്ന്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ വരെ പിന്നിലേക്ക് ചൈനീസ് പട്ടാളം മാറി എന്നതാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ആ ദിവസങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ വിമർശിക്കുന്നത് പിന്നെയും മനസ്സിലാക്കാം. അതിലൂടെ നമ്മുടെ ധീര ജവാന്മാരുടെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്താലോ, അവരുടെ അർപ്പണ ബോധത്തെ ചോദ്യം ചെയ്താലോ, അവരുടെ കമ്മിറ്റ്മെന്റിനെ ആക്ഷേപിച്ചാലോ, അതാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്തത് എന്നതാണ് രാജ്യം കണ്ട വിശേഷം. അതിനെതിരെ സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ നിര തന്നെ രംഗത്ത് വന്നിരുന്നു. വളരെ രൂക്ഷമായിട്ടാണ് അവർ കോൺഗ്രസ് നേതാവിനെ വിമർശിച്ചത്. മാത്രമല്ല, നമ്മൾ ഇവിടെ വിലയിരുത്തേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിസന്ധി ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും തുടരുന്നത് എന്നതാണ്. അതിന്റെ പിതൃത്വം ആർക്കാണ്? ഇന്ത്യയുടെ പൊന്നായിട്ടുള്ള മണ്ണ് ചൈനയ്ക്ക് കാഴ്ചവച്ചത് ആരാണ്? ഏത് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ആ പാകപ്പിഴ സംഭവിച്ചത്? രാഹുൽ ഗാന്ധിക്ക് ചരിത്രം അറിയില്ല. ചരിത്രം പഠിക്കാനുള്ള ഒരു ശ്രമവും ആ മനുഷ്യനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷെ രാജ്യം അതറിയണ്ടേ? കേരളം മുതൽ കാശ്മീർ വരെയുള്ള ജനത അതറിയണ്ടേ? പഴയ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ അതറിയാം. പക്ഷെ പുതിയ തലമുറ കൂടി അത് മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ വിഷയം ഇവിടെ വിശകലനം ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. ചൗവൻലായുമായിട്ട്, മാവോ സേതുങ്ങുമായിട്ടും ഒക്കെ പണ്ഡിറ്റ് നെഹ്റുവിന് വലിയ ബന്ധമായിരുന്നു, ആത്മബന്ധം എന്നാണ് നെഹ്റു തന്നെ പറഞ്ഞിരുന്നത്. ഇന്ത്യ ചീന ഭായ് ഭായ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ത്യയും ചൈനയും ഒന്നിച്ചാണ് നീങ്ങുന്നത് എന്ന് പലവട്ടം നെഹ്റു പ്രഖ്യാപിച്ചിരുന്നു. അതിനിടയിലാണ് 1962 ചൈനീസ് പട്ടാളം ഇന്ത്യയുടെ അതിർത്തി കൈയടക്കുന്നത്, അതിർത്തി കടന്നു വരുന്നത്. അക്സായ് ചിൻ ഉൾപ്പെടെയുള്ള ഭൂപ്രദേശം അവർ കൈയടക്കി. അതിനൊരു കാരണം പറയുന്നുണ്ട്, അത് ഞാൻ അതിലേക്ക് പിന്നീട് വരാം.
പക്ഷെ എത്ര അലംഭാവത്തോടെ, എത്ര ഗൗരവമില്ലാതെയാണ് ആ യുദ്ധത്തെ അന്നത്തെ നെഹ്റു ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്. സൈനികർക്കിടയിൽ പോലും രൂക്ഷമായ ഭിന്നത ഉണ്ടാക്കിയിരുന്നു അത്. അതാണ് ഇതുവരെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തത്, അല്ലെങ്കിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടാത്തത്. അനവധി ലേഖനങ്ങള്, ചില പുസ്തകങ്ങളിലുള്ള പരാമർശങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ വിശകലനങ്ങളും വിലയിരുത്തലുകളും നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന്. നെഹ്റു പ്രതിരോധ വകുപ്പ് ഏൽപ്പിച്ചത് വി കെ കൃഷ്ണമേനോനെയാണ്. കൃഷ്ണമേനോൻ ആദ്യം മുതലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ബേസിക്കലി ഹി വാസ് എ കമ്മ്യൂണിസ്റ്റ്. അതിനുശേഷമേ അദ്ദേഹം ഇന്ത്യക്കാരനായിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു പ്രശ്നം, അതിനേക്കാളൊക്കെ ഗുരുതരമായ പ്രശ്നം, ആർമിയെ പോലും ഞെട്ടിച്ച പ്രശ്നം, സൈന്യത്തിലും സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള കുൽസിത നീക്കങ്ങള്, ഗൂഢ പദ്ധതികള് നെഹ്റുവും കൃഷ്ണമേനോനും കൂടി നടത്തി എന്നതാണ്. അത് ഒരു കാലഘട്ടത്തിലും ഇന്ത്യയിൽ മുമ്പ് നടന്നിട്ടുണ്ടാവില്ല, പിന്നീട് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ സൂചിപ്പിച്ചത് ഒരു BM കൗളായിരുന്നു അന്ന്. അദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു, നെഹ്റുവിന്റെ വിശ്വസ്തനായിരുന്നു. അദ്ദേഹത്തെയാണ് ഈ യുദ്ധത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചത്, കമാൻഡർ ഓഫ് ദ വാർ. യുദ്ധ മുന്നണിയിൽ നിന്ന് അതിനെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടത് കൗളിനെയാണ്. He was handpicked by V.K. കൃഷ്ണമേനോൻ ആൻഡ് നെഹ്റു. ഏറ്റവും ഗതികേട് എന്താണെന്നറിയാമോ? ജീവിതത്തിൽ ഇന്നേ വരെ യുദ്ധമുന്നണിയിൽ പോയിട്ടില്ലാത്ത, യുദ്ധം നേരിട്ട് കണ്ടിട്ടില്ലാത്ത, നയിച്ചിട്ടില്ലാത്ത ഒരാളെ ആ ജോലി ഏൽപ്പിച്ചു. അതിർത്തിയില് നമ്മുടെ ചൈനീസ് അതിർത്തിയില് ചൈനീസ് പട്ടാളം ഇന്ത്യയിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുമ്പോ, യുദ്ധം തീപ്പൊരി കൊള്ളുന്ന സമയത്ത് കൗൾ ഇരുന്നത് ഡൽഹിയിലെ സ്വന്തം വസതിയിലാണ്. സ്വന്തം വസതിയില് സുഖമില്ലെന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. ഇന്ത്യ പരാജയപ്പെട്ടില്ലെങ്കിൽ, ചൈന ഇന്ത്യയുടെ ഭൂപ്രദേശം കൈയടക്കിയില്ലെങ്കിൽ അതിശയമുണ്ടോ? ഇത് ഞാൻ പറയുന്നതല്ല. പ്രസിദ്ധ മാധ്യമ പ്രവർത്തനായ ഇന്ദർ മൽഹോത്രയുടെ ഒരു ലേഖനമുണ്ട്, ഹൗ ടു മേക്ക് ഫോഴ്സ് ആൻഡ് അലിയനേറ്റ് പീപ്പിൾ എന്നാണ് അതിന് പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ 2012 ഫെബ്രുവരി 6 പ്രസിദ്ധീകരിച്ച ലേഖനമാണ്. സ്വന്തക്കാരെ വഴിവിട്ട് നിയമിച്ചതിന്റെ പരിണിത ഫലമാണ് ചൈനീസ് യുദ്ധത്തിൽ നമ്മൾ അനുഭവിച്ചത് എന്നതാണ് ഇന്ദർ മൽഹോത്രയുടെ വിലയിരുത്തൽ. മാത്രമല്ല, വേറൊരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2012 ഒക്ടോബറിൽ തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഒരു ലേഖനം വന്നിരുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ വാർത്തയാണ്. അതില് ഇതിനേക്കാൾ ഗുരുതരമായ ഒരു ആക്ഷേപമാണ്. ഇന്ത്യ ചൈന അതിർത്തി തർക്കം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്ന സമയത്ത് തെറ്റായ ഒരു ഭൂപടം ഇന്ത്യ ചൈനയ്ക്ക് കൈമാറി. ഇന്ത്യയുടെ രേഖകളിൽ ഒന്നുമില്ലാത്ത ഒരു ഭൂപടം, കുറെ ചൈനീസ് ഭൂപ്രദേശം ഇന്ത്യയുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഭൂപടം. ഞാൻ പറയട്ടെ, ആവർത്തിക്കട്ടെ, 2012 ഒക്ടോബർ 22 ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന വാർത്തയാണ്. 950-51 മുതൽ 60-62 വരെയുള്ള കാലഘട്ടങ്ങളിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള മാപ്പുകൾ ഇന്ത്യ ചൈനയ്ക്ക് കൊടുത്തു എന്നാണ്. അതാണ് ചൈനയെ പ്രകോപിപ്പിച്ചത്. ആരാണ് അതിന് ഉത്തരവാദി? എത്ര ഹൈ ഹാൻഡഡ്നെസ് ആണ് ഇത്തരം കാര്യങ്ങളിൽ നെഹ്റു ഗവൺമെന്റ് പുലർത്തിയിരുന്നത്? എത്ര നിസ്സാരമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങളെ ഒരു ഗവൺമെന്റ് കൈകാര്യം ചെയ്തിരുന്നത്?
അതിന്റെ സാക്ഷ്യപത്രമല്ലേ അത്? അപ്പോ യഥാർത്ഥത്തിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് വേർഷൻ ആണോ എന്ന് എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഓൾവേസ് സ്റ്റുഡ് വിത്ത് കോൺഗ്രസ്. കോൺഗ്രസിന്റെ മുഖപത്രം പോലെ ഇന്നും പുറത്തിറങ്ങുന്നതാണ് ഹിന്ദുസ്ഥാൻ ടൈംസ്. 2012 ഒക്ടോബർ എന്ന് പറയുന്നത് UPA ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണെന്നുള്ളത് ഓർക്കണം. അപ്പോ അങ്ങനെയും പണ്ഡിറ്റ് നെഹ്റുവിന്റെയും നികൃഷ്ടമേനോന്റെയും കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നൊരു അഭിപ്രായം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ഈ മാപ്പിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇത് സംബന്ധിച്ച പലപ്പോഴും തർക്കങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും ഇതാരും കണ്ടിട്ടുമില്ല അത്ര ഈ സാധനങ്ങൾ. പിന്നീട് അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ തന്നെ. എനിക്ക് തോന്നുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഈ സമയത്തെങ്കിലും നരേന്ദ്രമോദി ഗവൺമെന്റ് അത്തരം വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യം കൂടി നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. ഹൈ ഹാൻഡഡ്നെസ്സിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ എത്ര മാത്രം നിരുത്തരവാദപരമായിട്ടാണ് ഒരു ഗവൺമെന്റ് യുദ്ധത്തെ കൈകാര്യം ചെയ്തത് എന്നതിനുള്ള വേറൊരു തെളിവാണ്. 1962 നവംബർ 21 ഏകപക്ഷീയമായിട്ട് ചൈന യുദ്ധം നിർത്തിവെച്ചു. സീസ് ഫയർ പ്രഖ്യാപിച്ചു, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അന്ന് രാത്രി ഒരു 11 മണിയോടുകൂടി 12 മണിയോടുകൂടി പീക്കിംഗ് റേഡിയോ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ലോകം മുഴുവൻ കേട്ടു. അപ്പോഴും നമ്മുടെ ആകാശവാണി അതിർത്തിയിൽ യുദ്ധം തുടരുന്നു എന്നുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്തു, വാർത്തകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡൽഹിയിൽ ഇത് സംബന്ധിച്ച സൂചന കിട്ടിയപ്പോ ഇന്ത്യയുടെ വക്താവിന്റെ പിന്നാലെ, സർക്കാരിന്റെ വക്താവിന്റെ പിന്നാലെ പത്രപ്രവർത്തകരെത്തി. അവർക്ക് യാതൊരു ഇൻഫർമേഷനും ഇല്ല. ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കണോ എന്ന് അവർക്കറിയില്ല. പണ്ഡിറ്റ് നെഹ്റുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പണ്ഡിറ്റ് നെഹ്റു സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അതിർത്തിയിൽ നമ്മുടെ സൈനികര് ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോ നമ്മുടെ രാജ്യരക്ഷാ മന്ത്രിയും പ്രധാനമന്ത്രിയും സുഖമായിട്ട് ഉറക്കത്തിലാണ്, അന്ത്യ ഉറക്കത്തിലാണ്. അവരെ വിളിച്ചിട്ട് എന്താണ് ഇന്ത്യയുടെ നിലപാടെന്ന് ചോദിക്കാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ഒരു വാഹനങ്ങളുടെ നേരെ തന്നെ നെഹ്റുവിന്റെ വീടിന്റെ മുന്നിലെത്തി. ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ കാത്തു നിൽക്കുക പുറത്ത്. അദ്ദേഹം എഴുന്നേറ്റ് പുറത്തു വരെ. മണിക്കൂറുകൾ കഴിഞ്ഞു. ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് അറിയുന്നത്. ഇതൊരു ഗതികേടാ. ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ടാകുമോ? ഇതും ഞാൻ പറയുന്നതല്ല. ഇന്ത്യ കണ്ട പ്രഗത്ഭരായ 2 മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. BG വർഗീസും കുൽദീപ് നയ്യാരും. ബിയോണ്ട് ദ ലൈൻസ് എന്നാണ് കുൽദീപ് നയ്യാരുടെ പുസ്തകത്തിന്റെ പേര്. അതിലാണ് അദ്ദേഹം പറയുന്നത്, പിറ്റേന്ന് രാവിലെ നെഹ്റുവിന്റെ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച രാത്രിക്ക് ശേഷമുള്ള പിറ്റേന്ന് രാവിലെ എല്ലാവരും നെഹ്റുവിന്റെ വീടിന് മുമ്പിൽ പോയി കുത്തിയിരിക്കുക നിലപാടെന്താണെന്നറിയാൻ. BG വർഗീസിന്റെ ആർട്ടിക്കിളാണ് തെഹൽക്കയില്. അത് വന്നിട്ടുള്ളത് 2012 അതിൽ അദ്ദേഹം പറയുന്നത് വളരെ രസകരമാണ്. അന്ന് രാത്രി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് അറിഞ്ഞതോടെ ഇന്ത്യയിലുള്ള മാധ്യമ പ്രവർത്തകർ, കഴിവുള്ളവരൊക്കെ തന്നെ പീക്കിംഗ് റേഡിയോ കേൾക്കാൻ തുടങ്ങി. എന്താണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ആകാശവാണിയേക്കാൾ കൂടുതൽ വസ്തുതകൾ അറിയാൻ പീക്കിംഗ് റേഡിയോ ആശ്രയിക്കണമെന്ന് ബോധ്യമുണ്ടായത് അതോടെയാണ് എന്നാണ് BG വർഗീസ് തന്റെ ലേഖനത്തിൽ പറയുന്നത്. മാത്രമല്ല, ഈ BG വർഗീസിനെ കുറിച്ചൊരു വാക്ക് പറയേണ്ടതുണ്ട്. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പോരാടിയ മാധ്യമ പ്രവർത്തകനാണ്.
അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട മാധ്യമപ്രവർത്തകനാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പില് പ്രതിപക്ഷ മുന്നണിയുടെ അന്നത്തെ ജനതാ പാർട്ടിയുടെയും ഇടതുപക്ഷ മുന്നണിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് മാവേലിക്കരയിൽ നിന്ന് മത്സരിച്ച ആളാണ്. മാവേലിക്കരക്കാരനായ മലയാളി കൂടിയാണ് BG വർഗീസ് എന്നതും കൂടി ഓർക്കുക. പീക്കിംഗ് റേഡിയോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പീക്കിംഗ് റേഡിയോ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും നമ്മുടെ ആകാശവാണി യുദ്ധം തീപ്പൊരി കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ സംപ്രേഷണം ചെയ്യുകയായിരുന്നു എന്ന് എഴുതിയതും BG വർഗീസ് തന്നെയാണ്. അത്രമാത്രം ലാഘവത്തോടെ ഗൗരവമില്ലാതെ ഓരോ വിഷയത്തെയും കാണാൻ കോൺഗ്രസുകാർക്കല്ലാതെ പറ്റുമോ? രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് മുഴുവൻ. യുദ്ധം കഴിഞ്ഞു, ഇന്ത്യക്ക് വലിയ നാശനഷ്ടമുണ്ടായി, ഭൂപ്രദേശം ഒരുപാട് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് അതുണ്ടായി എന്നൊരു പരിശോധന വേണ്ടേ? നാട്ടുകാരെ ബോധ്യപ്പെടുത്തണ്ട, ഗവൺമെന്റ് എങ്കിലും അത് മനസ്സിലാക്കണ്ടേ? അതിന് തയ്യാറല്ലായിരുന്നു നെഹ്റു. കോൺഗ്രസിനകത്ത് ചർച്ച നടന്നു ഇതിനെക്കുറിച്ച്. PK കൃഷ്ണമേനോനെ പുറത്താക്കണം എന്നൊരു വലിയ വാശി ഉയർന്നു അന്ന് പാർട്ടിക്കുള്ളിൽ, ഗവൺമെന്റിനുള്ളിൽ പോലും. അന്ന് പ്രതിപക്ഷം ഇന്നത്തെ പോലെ അല്ലെങ്കിൽ ഒരു ശക്തമായ പ്രതിപക്ഷമൊന്നും അന്നില്ല. പക്ഷെ അവര് ഉന്നയിച്ചു ഈ പ്രശ്നം ചർച്ച ചെയ്യണം, രാജ്യത്തിന് നാളെ ഇത്തരം അവസ്ഥ ഉണ്ടായിക്കൂടാ. കൃഷ്ണമേനോന്റെ രാജിയെക്കുറിച്ച് ഉയരുമ്പോൾ നെഹ്റു എടുത്ത നിലപാട്, നിങ്ങൾ ഇന്ന് കൃഷ്ണമേനോന്റെ രാജി ആവശ്യപ്പെടുന്നു, നാളെ നിങ്ങൾ എന്റെ രാജി ആവശ്യപ്പെടും, അതുകൊണ്ട് അത് സാധ്യമല്ല എന്നതായിരുന്നു. അപ്പോ ഉത്തരവാദിത്തം നെഹ്റുവിനും ഉണ്ട് എന്ന് പറയാൻ ചിലരെങ്കിലും തയ്യാറായി. അതോടുകൂടി നെഹ്റു സ്തംഭിച്ചു, ക്ഷോഭിതനായി. കാരണം വിമർശനം ഒരിക്കലും നെഹ്റുവിന് സഹിക്കാവുന്നതായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെയും സ്വഭാവം അത് തന്നെയാണ്. ഇപ്പൊ സോണിയാഗാന്ധിയുടെ സ്വഭാവവും മറിച്ചല്ലോ. നമ്മൾ കണ്ടിട്ടില്ലേ അർണബ് ഗോസ്വാമിയെ കോടതി കയറ്റുന്നതൊക്കെ. ഞാൻ ഓർക്കുന്നു ഫിറോസ് ഗാന്ധിയുടെ പ്രസംഗം പാർലമെന്റില്. നെഹ്റു ഗവൺമെന്റിനെതിരായിട്ടുള്ള ആദ്യത്തെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ഫിറോസ് ഗാന്ധിയാണ്, സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ. അത് കഴിഞ്ഞ് പൊട്ടിത്തെറിച്ചു നെഹ്റു. ഇന്ദിരാഗാന്ധിക്ക് നേരെയായിരുന്നു ചാട്ടം മുഴുവൻ. അതുപോലെ തന്നെ കൃഷ്ണമേനോന്റെ രാജി ആവശ്യപ്പെട്ടപ്പോ നെഹ്റുവിന് ഉത്തരവാദിത്വമുണ്ടെന്ന് പറഞ്ഞപ്പോ പാകെ ക്ഷോഭിതനായി. അവസാനം തനിക്കെതിരെ കൂടുതൽ വിരലുകൾ ഉയരും, കൈകൾ ഉയരും എന്ന് കണ്ടപ്പോഴാണ് കൃഷ്ണമേനോന്റെ രാജി വാങ്ങിയിട്ട് മുഖം രക്ഷിക്കാൻ പണ്ഡിറ്റ് നെഹ്റു തയ്യാറായത്. അതാണ് കോൺഗ്രസുകാരുടെ, രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ പാരമ്പര്യം. അത് നമ്മളെ കൊണ്ടൊക്കെ പറയിപ്പിച്ചത് ഈ രാഹുൽ ഗാന്ധിയാണെന്ന് ഓർക്കുക. നെഹ്റു അന്ന് അന്വേഷണത്തിന് തയ്യാറായില്ലെങ്കിൽ അന്നത്തെ ആർമി ചീഫ് ഉണ്ട്, ജനറൽ ചൗധരി. അദ്ദേഹം ഇത് സംബന്ധിച്ച ഒരു വിലയിരുത്തലിന് തയ്യാറായി. അദ്ദേഹത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഫാക്ട് ഫൈൻഡിങ് മിഷൻ എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചോദ്യം ചെയ്യാനോ ഒന്നും സാധിക്കില്ല, അതിനുള്ള അധികാരവുമില്ല. പക്ഷെ സത്യസന്ധരായ കാപ്പബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ആ ഡ്യൂട്ടി ജനറൽ ചൗധരി ഏൽപ്പിച്ചു. ഹെൻഡേഴ്സൺ ബ്രൂക്സ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ഉണ്ട്. ബൈ ബർത്ത് അദ്ദേഹം ഓസ്ട്രേലിയനാണ്, ബ്രിട്ടീഷ് സിറ്റിസനായി. പിന്നീട് ഇന്ത്യൻ പൗരത്വം എടുത്ത് ഇന്ത്യൻ ആർമിയിൽ ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു. അദ്ദേഹമായിരുന്നു അതിന്റെ നായകൻ. ബ്രിഗേഡിയർ PS ഭഗത്തും മിലിറ്ററി അക്കാഡമിയിലെ വിക്ടോറിയ ക്രോസുമായിരുന്നു മറ്റ് രണ്ടുപേരും. അവർ 1963 ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ആർമി ചീഫിന് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് ഗവൺമെന്റിന് കൈമാറി. വളരെ വളരെ
സുപ്രധാനമായ നിരീക്ഷണങ്ങൾ പലതും അതിലുണ്ടായിരുന്നു എന്നാണ് പലരും കരുതുന്നത്. പക്ഷെ അതൊരിക്കലും വെളിച്ചം കണ്ടില്ല. അത് എന്തുകൊണ്ടാണ് വെളിച്ചം കാണാതിരുന്നത് എന്നതിന് കാരണം തന്നെ അതിൽ പ്രധാനപ്പെട്ട പല നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. അതാണ് കുൽദീപ് നയ്യാർ ചൂണ്ടിക്കാണിക്കുന്നത്. പാർലമെന്റ് അംഗം എന്ന നിലയിൽ പലവട്ടം പാർലമെന്റിൽ താൻ അത് ആവശ്യപ്പെട്ടു എന്ന് കുൽദീപ് നയ്യാർ പറയുന്നുണ്ട്. RTI വച്ചിട്ടും ആവശ്യം ഉന്നയിച്ചു, കിട്ടിയില്ല. പക്ഷെ അത് കണ്ട ഒരാളുണ്ട് എന്നാണ് കുൽദീപ് നയ്യാറിന്റെ കൺക്ലൂഷൻ. അത് വജാഹത്ത് ഹബീബുള്ളയാണ്. അദ്ദേഹം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. RTI വെച്ചിട്ട് അത് കിട്ടാതിരുന്നപ്പോൾ അദ്ദേഹം പെറ്റീഷൻ കൊടുത്തു, അപ്പീല്. ആ അപ്പീൽ ചെന്നത് ഹബീബുള്ളയുടെ മുമ്പിലാണ്. അപ്പോൾ അദ്ദേഹം അത് വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കൗളിന്റെ കാര്യവും മറ്റും. അതൊക്കെ തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടാകണം എന്നതാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷെ എനിക്ക് ഇപ്പോഴും അത് പുറത്തുവിട്ടിട്ടില്ല നരേന്ദ്രമോദി ഗവൺമെന്റും. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ തുറന്നു കാട്ടപ്പെടണം. കോൺഗ്രസ്സുകാരുടെ ചെയ്തികൾ എക്സ്പോസ് ചെയ്യപ്പെടാൻ ഇതൊക്കെ വഴിവെക്കും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ത്യയെ തൊലച്ചത് രാഹുൽ ഗാന്ധിയുടെ കുടുംബമാണ്, അദ്ദേഹത്തിൻ്റെ മുൻഗാമികളാണ്. ഇന്ത്യയെ നശിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രാജ്യം അത് കാണുന്നുണ്ട്, ലോകം അത് കാണുന്നുണ്ട്, ഇന്ത്യൻ ജനത അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പലതവണ. അത്രയേ ഇപ്പോൾ പറയാനുള്ളൂ. നമസ്കാരം.